മാറഞ്ചേരി പഞ്ചായത്തിലെ ചാത്തോത്തിൽപ്പടിയിൽ നെടുമ്പറത്ത് മാളിയേക്കൽ ഹംസക്ക, ഖദീജ, ആയിഷ ഈ 3 പേരുടെ വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഹംസക്ക. ഹംസക്കയുടെ അവസ്ഥ ഈ ഒരു വാക്കർ ഇല്ലെങ്കിൽ നടക്കാൻ കഴിയില്ല. ആരെങ്കിലും കട്ടിലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി കൊടുത്താൽ ഈ കാലുകൾ കയറ്റി വെച്ചു കൊടുക്കണം ഈ പാവത്തിനൊന്ന് കിടക്കണമെങ്കിൽ. എല്ലാത്തിനും ഇടയായതൊരു വീഴ്ചയാണ്. ഇക്കാന്റെ ഭാര്യയും ഇതേ അവസ്ഥയിൽ തന്നെ അകത്ത് കിടക്കുകയാണ്, ഉമ്മയും. കിഡ്നി പേഷ്യന്റാണ്. എന്റെ അവസ്ഥ വെച്ചാല് ഈ വാക്കറില്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിലേക്ക് പോയ ഒരാളെ സഹായം വേണോ, അതുപോലെ രാത്രി കിടക്കാൻ നേരത്തൊക്കെ ഒരാളെ സഹായം വേണം, കട്ടുകൊന്ന് എനിക്കാനും സഹായം വേണം. അല്ലാണ്ട് എനിക്ക് ഇതില്ല. എന്നല്ല ശരിയാവക്ക, എല്ലാം ശരിയാവും. ഇനി ചോദിക്കാട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയിഷത്ത. ആയിഷത്താക്കും നടക്കാനൊന്നും വയ്യ, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇതപ്പോ ട്യൂബൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പ്രാഥമിക കാര്യങ്ങൾ പോലും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഐഷത്ത എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാ. എണീപ്പിച്ച് തരണോ? അത് എണീപ്പിച്ച് തരും, എന്നിട്ട് വല്ല കഞ്ഞാ വെള്ളമൊക്കെ തരും. അല്ലാണ്ട് ഒറ്റക്ക് എണീക്കാനൊന്നും പറ്റും. അതല്ലേ. ഇപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടന്നു പോണത്? ആരെങ്കിലും ഒക്കെ തരും. വന്നവരൊക്കെ വല്ല 10,000-100,000 തരും. അപ്പൊ അതുകൊണ്ടൊക്കെ മേടിച്ചിട്ട് കഴിയും. നേരത്തെ കണ്ട ആയിഷുമ്മാനും അതുപോലെ തന്നെ ഹംസഖാനെയും പരിചരിക്കേണ്ട ഖദീജത്താടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ. നടക്കാൻ വയ്യ. ഒരാളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നിങ്ങൾ അറിയണം. ഒരു കൈ സഹായത്തിനോ അല്ലെങ്കിൽ ഒന്നിനും ഒരാളും ഇല്ലാണ്ട് തമ്മിൽ 3 ആൾക്കാരിങ്ങനെ കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇതാക്കി എന്നതൊക്കെ പറ്റിയത്? പറ്റിയിട്ടിപ്പോൾ 2 മാസം, 3 മാസം കൂട്ടുക. 3 മാസം വിരലും മുറിച്ചതും ഒക്കെ ആയിട്ട്. പിന്നെ 1 മാസം ഹോസ്പിറ്റലിൽ കിടന്ന് എല്ലാവരും സഹായിച്ച് ഇത്ര വിലക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ 3 ആളും വയ്യാത്തവരല്ലേ. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ, വീട്ടിൽ ഒരാളും ഇല്ല. എല്ലാവരും സഹായിച്ചിട്ട് എനിക്ക് നടക്കണം, വീട്ടിലെല്ലാവരും നോക്കണം. ഇങ്ങനെ എല്ലാവരും സഹായിച്ചിട്ട് ആരും ഞങ്ങൾ തള്ളിക്കളയരുത്. അവർക്ക് ബ്ലഡ് കയറ്റാനോ അതിനൊക്കെ വേറെ ഇത് വേണം, അതിനും സംഖ്യ വേണം. ഇവിടുന്ന് പോവാൻ തന്നെ വണ്ടിക്കൂലി 2,000 റുപ്യ, ഓട്ടോറിക്ഷയുടെ 1,500 രൂപ ഇട്ടാണ് ഓട്ടോറിക്ഷക്ക്. പിന്നെ അതിലിടയ്ക്ക് ബ്ലഡ് കയറ്റണം, മരുന്ന് കയറ്റണം, അതിനൊക്കെ കൂടിയിട്ടുള്ള ചെയ്യുന്നുണ്ട്. 5 വർഷമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടല്ലോ ഈ ഒരു അവസ്ഥ. ഞങ്ങൾ സാധാരണ ഞാൻ ലൈവ് ഒന്നും പോകാത്ത ആൾക്കാരാണ്. ഇവരുടെ അവസ്ഥ അറിഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് കുറേ ആളുകളായി പറഞ്ഞു. ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. അതിലുപരി നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഈ പാവങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ അത് വലിയൊരു ഗുണമായിട്ട് മാറും ഇവർക്ക്. ഇനി നിങ്ങളുടെ കയ്യിലാണോ മാക്സിമം എല്ലാവരും ദയവ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുക. ഏറ്റവും വലിയൊരു സംഭവം വെച്ചാൽ ഒരാൾ ഇവരെ സഹായിക്കാനില്ല. ഒരു ഓഫീസിൽ നിന്നാണ് ഇവരെ, അതും ഇവരെ ശമ്പളം പോലും
എങ്ങനെയൊക്കെ തട്ടിമുട്ടിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് തന്നിട്ടില്ല, ഇനിയാണ് പൈസ തരാൻ, ഇനി പൈസ തരാനുണ്ട്, ശമ്പളം തരാനുണ്ട്. ഞാൻ അതും അവരൊരു മഹത്താണ്. ഇത്രയും 3 പേര് ഒരൊറ്റ ആളാണ് നോക്കുന്നത്. പാടാണ്. 3 പേരുടെ അവസ്ഥ വല്ലാത്തതാണ്. ആ ഉപ്പയെ കാല് പൊക്കി വെക്കണം, താത്തു വെക്കണം. ദോശ പോലും മുറിച്ച് തിന്നാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാനാണ് 2 ദിവസം ദോശ മുറിച്ച് പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടാണ് കഴിക്കുന്നത്. അത്ര ഒരു അവസ്ഥയാണ്. പിന്നെ ഉമ്മയ്ക്ക് ഒരാൾ വേണം ഭക്ഷണം അവരെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല, ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ചാരി ഇരുത്തി ഭക്ഷണം അരിക്കി കൊടുക്കുക. അത് ഇതുപോലെ ഇവിടെ ഒരാൾ, അപ്പൊ 2 പേരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിലേ പറ്റും. പിന്നെ അവർക്ക് കൊടുക്കാനുള്ള സാമ്പത്തികം ഇല്ല. അപ്പൊ അത് മനസാക്ഷിയുള്ളവർ എന്താന്ന് വെച്ചാൽ അതറിഞ്ഞ് സഹായിക്കുക. ഖദീജത്തെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം 5-6 രൂപയോളം ഇവർക്ക് ട്രീറ്റ്മെന്റിന് മാത്രമായിട്ട് ചെലവാകുന്നുണ്ട്. പിന്നെ ട്രാവലിന് വേറെ. അത് ഖദീജത്തട മാത്രം കണക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഹംസക്കാന്റെ ഡയാലിസിസും അതുപോലെ തന്നെ ബ്ലഡ് ചേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേറെ. പിന്നെ അതുപോലെ തന്നെ ഉമ്മയുടെ കാര്യം, ഒരു 10-20,000 രൂപ ഒരു മാസം ഇവർക്ക് ചെലവിനല്ല കേട്ടോ, മരുന്നിന് ഹോസ്പിറ്റൽ കേസിന് മാത്രം വേണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ നോക്കാനായിട്ട് ഒരു കെയർ ടേക്കർ ഒരു ആളുണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങൾ എല്ലാം കൂടി ഒരുപാട് വലിയൊരു തുകയാണ് ഈ വീട്ടിലേക്ക് വേണ്ടത്. എല്ലാവരും നഖമഴിഞ്ഞിട്ട് ഇവരെ സഹായിക്കുക. നിങ്ങൾക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഇവരുടെ അക്കൗണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം ഞങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെയും കമന്റ് ബോക്സിലും എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സഹായിക്കുക. 1 രൂപ നിങ്ങളൊന്ന് ദാനം കൊടുക്കുകയാണെങ്കിൽ നാളെ പടച്ചവൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വലിയ ഒരു ഗുണമായിരിക്കും. നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്കും. അതൊന്ന് എല്ലാവരും ഓർക്കണം കേട്ടോ.